ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പൊ എന്റെ തേഴ്സ്ഡേ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പ്ലേറ്റ് ചെയ്തിട്ടോ, എനിക്ക് വിശന്നു തുടങ്ങി. അപ്പൊ നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തിരി ചോറുണ്ട്. ഇത് ചക്കക്കുരും ഉണക്കച്ചെമ്മീനും ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു അരപ്പൊക്കെ ഇട്ട് അമ്മ ഉണ്ടാക്കിയ കൂട്ടാനാണ്. ഞാൻ ഉണ്ടാക്കിയതല്ല, എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ഇത് അമ്മയുടെ പൊന്നുമോന് സ്പെഷ്യലായിട്ട് മാങ്ങ അപ്പപ്പ അരിഞ്ഞ് അച്ചാറുണ്ടാക്കി കൊടുക്കും. എന്തൊക്കെ കാണണം. പിന്നെ കുറച്ച് കുക്കുംബർ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് വഴുതനങ്ങ ഉപ്പേരി ഉണ്ട്. ഇത് അച്ഛന് ഉണക്കച്ചെമ്മീനില്ലാതെ വഴുതനങ്ങ മാത്രം മെഴുക്ക് വരട്ടി വെച്ചത്. ഇത് അതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് ദിസ് ഇസ് മൈ ഫേവറേറ്റ്. അത്യാവശ്യം എണ്ണ യൂസ് ചെയ്യുന്നില്ല, ആകെ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ കഴിക്കണം. വാവാണ് വാവ്. പിന്നെ ഇതും അമ്മയുടെ മോന് ചീരയും മുട്ടയും കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ട് പച്ചച്ചീരയും മുട്ടയും കൂടെ ഉപ്പേരി പോലെ ഉണ്ടാക്കിയത്. അപ്പൊ അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് പോലും എനിക്കറിയില്ല. ഇത് പാലക്കാടൻ സ്റ്റൈൽ വെണ്ടയ്ക്കാപ്പുളി എന്ന് പറയും. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പാലക്കാട് പോകുമ്പോൾ ചേച്ചിയമ്മ ഉണ്ടാക്കി തരാം, അമ്മയുടെ ചേച്ചി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പൊ ഇന്ന് പ്രഭാമ ഞങ്ങൾക്ക് വെണ്ടയ്ക്കാപ്പുളി തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാലക്കാടേക്ക് ഫോൺ ചെയ്തപ്പോൾ അവിടുത്തെ ആരുടെയെങ്കിലും വീട്ടിൽ വെണ്ടയ്ക്കാപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അമ്മയുടെ ചേച്ചിമാരുടെ അനിയത്തിമാരുടെ ആരുടെയും വീട്ടില്. സോ അതുകൊണ്ടാണ്, അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അമ്മ വെണ്ടയ്ക്കാപ്പുളി ഉണ്ടാക്കി തരാ പറഞ്ഞ് വെണ്ടയ്ക്കാപ്പുളി ഉണ്ടാക്കി തന്നു. അപ്പൊ കുറച്ച് വെണ്ടയ്ക്കാപ്പുളിയും കൂടെ, ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. വെണ്ടയ്ക്കാപ്പുളിയും കൂടെ ഞാൻ ആ സൈഡിൽ വിളമ്പി. എന്റെ ചെമ്മീൻ കറിയും ഇതും കൂടെ മിക്സ് ആവാറുള്ളൂ. ഞാൻ രണ്ട് സൈഡിൽ വിളമ്പിയത്. ഇത് കൂടാതെ വെണ്ടയ്ക്കുപ്പേരി ഉണ്ടായിരുന്നു. പാത്തുവിന് വേണ്ടി ഞാൻ രാവിലെ കുക്ക് ചെയ്ത് കൊടുത്തു. അത് പാത്തുവിന് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. വേറെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, എല്ലാം അമ്മ ഉണ്ടാക്കിയത്. ഞാൻ ഭയങ്കര മടിച്ചായിട്ട് വെറുതെ കിടക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് കഴിക്കട്ടെ. അപ്പൊ ആദ്യം നമുക്ക് വെണ്ടയ്ക്കാപ്പുളി കൂട്ടി തന്നെ ഊണിക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഈ ചോറിന്റെ കൂടെ ചെറിയ ചൂടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ 2 കഷ്ണം മാങ്ങയും കൂടെ വെച്ചിട്ട് എനിക്ക് പാലക്കാട് ഓർമ്മ വരുന്നു. അടിപൊളിയാണ് ശരിക്കും. കോമ്പിനേഷൻ ഒരു ഉണക്കമീനും ഉണക്കസ്രാവില്ലേ അതോ പപ്പടമൊക്കെയാണ്. ഇതെങ്ങനെയാ ഉണ്ടാക്കണമെന്ന് ആരും കമന്റ് എന്നോട് ചോദിക്കണ്ട, എനിക്കറിയില്ല. അപ്പം ആഗ്രഹമുള്ളവർക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അമ്മോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഞാനിത് കുക്ക് ചെയ്യുമ്പോൾ ഈ കിച്ചണിന്റെ 7 അയലത്ത് പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മുടെ ചെമ്മീനും വഴുതനങ്ങയും കൂടെ മിക്സ് ചെയ്തത്. ആഹാ, എനിക്ക് എങ്ങനെ വന്നാലും ഈ വഴുതനങ്ങ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമായി ഇത് കഴിക്കാനായിട്ട്. എസ്പെഷ്യലി ചെമ്മീനോട് മിക്സ് ചെയ്ത ചപ്പാത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് റോൾ ചെയ്തിട്ട് ഞാൻ കഴിക്കും. ഈ കറിയും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കഴിക്കണേനും പറയട്ടെ, കാരണം ഓൾറെഡി നല്ല ടേസ്റ്റ് ഞാൻ കഴിച്ചു നോക്കിയതാ. സൂപ്പർ ഊണ്. താങ്ക്സ് അമ്മ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.